എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും വിചാരിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്പെഷ്യൽ സ്കൂൾ ഇന്റർവ്യൂ വന്നിരുന്നില്ലേ, അതിന്റെ എക്സ്പീരിയൻസും അതിന്റെ റിസൾട്ടും ഒക്കെ ആട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ എന്താ, ഇപ്പൊ ഇവിടെ നല്ല തണുപ്പൊക്കെ, മഞ്ഞായോണ്ട് എനിക്ക് ജലദോഷം അങ്ങ് പിടിച്ച് ചെവി വേദനയും എല്ലാം കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരും. സാരമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് ജലദോഷവും ചെവിവേദന ആയതുകൊണ്ടാട്ടോ വീഡിയോ. ഇറിറ്റേഷനൊക്കെ വരുന്നവര് ഇച്ചിരി സ്കിപ്പ് അടിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് വീഡിയോ തുടങ്ങുമ്പോൾ തൊട്ട് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം ഞാൻ എക്സ്പീരിയൻസ് പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയാം. സ്പെഷ്യൽ സ്കൂൾ ഹൈലർസിക്കും ഫ്രീക്കയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം ഇന്റർവ്യൂവിനകത്ത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞത് അതിന് അവസാനമായിരുന്നു. ഞാൻ എന്താണെങ്കിലും നമുക്കവർ പറഞ്ഞതൊക്കെ കുറെയൊക്കെ മനസ്സിലായി എന്ന് വെച്ചാൽ കുറച്ചൊക്കെ മനസ്സിലായുള്ളൂ. എന്ന് വെച്ചാൽ കുറേ എന്നല്ല, കുറച്ചൊക്കെ മനസ്സിലായുള്ളൂ. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിങ്ങനെ ഇരുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ യാ എനിക്കൊന്നും മനസ്സിലാകാത്താണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. അതല്ലാതെ മനസ്സിലായിട്ട് ഓക്കെ എനിക്കതെല്ലാം മനസ്സിലായി, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നിങ്ങൾക്കറിയാലോ എന്റെ വീഡിയോ ആണെന്നൊക്കെ അല്ലേ. എനിക്കങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അറിയില്ല, അത് വരുമ്പോ ചിലത് നമുക്ക് ചിലപ്പോ ഏതെങ്കിലുമൊക്കെ സെന്റൻസ് ചിലപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കാണും. പക്ഷെ അത് കുറച്ചും കൂടി ഒരു ഇച്ചിരി സ്പീഡിൽ അവർ പറയുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഞാനപ്പോ സാറിനോട് പറഞ്ഞു, ഒന്നും കൂടെ പറയാവനോ, ബിറ്റൊക്കെ നമ്മൾ ഒന്നും കൂടെ പറയുമ്പോൾ അവർ പറഞ്ഞോളും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വൊക്കാബുലറി അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് രണ്ടാമത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയും കുറച്ചൊക്കെ, പിന്നെ കുറെയൊക്കെ എന്ന് പറഞ്ഞു പോയി. പിന്നെ അവർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, വൈ ജർമ്മനി, എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂൾ തന്നെ തെരഞ്ഞെടുത്തു, നോർമൽ ഹൗസ് ബിൽഡിംഗ് ഇല്ലേ, അപ്പൊ നിങ്ങൾ അതെടുക്കാതെ എന്താ ഇതെടുത്തത്, അങ്ങനത്തെ. പിന്നെ FS ചെയ്യാൻ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹൈലർസിയും ഫ്ലീക്ക് എടുത്തേന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മള് ഏകദേശം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയും എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് പ്രിപ്പറേഷൻ നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ എടുത്ത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഒരു മേഖലയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു മേഖല എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും ഒരു താല്പര്യമൊക്കെ തോന്നുമായിരുന്നു. പിന്നെ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞു, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഇതൊക്കെയാണ് എന്റെ ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ എനിക്ക് കിട്ടി. സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ഇന്റർവ്യൂ കിട്ടി കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇച്ചിരി പാടാണെങ്കിലും അവർ ചോദിച്ചതിനൊക്കെ ആൻസർ പറഞ്ഞുകൊണ്ട്, പിന്നെ നമുക്ക് ഈ പച്ചവെള്ളം പോലെ നമുക്ക് പറയാൻ അറിയില്ലല്ലോ. നമ്മളിങ്ങനെ ഓരോ സെന്റൻസ് ഓർത്തോർത്ത് ഇങ്ങനെ ഉണ്ടക്കി പറയുമ്പോൾ അവർക്കും അതൊരു ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കാണാപ്പാടം എന്ന് അറിയുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് വന്നിരുന്ന സാറിന് മാക്സ് മില്ലിലായിരുന്നു പുള്ളിയുടെ പേര്. അപ്പം ഇച്ചിരി ഇഷ്ടമൊക്കെ വന്നെന്ന് തോന്നും. സോ എന്താണെങ്കിലും ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പം ഇന്റർവ്യൂ കിട്ടി. ആശ്വാസം, മാർച്ചിലൊക്കെ പോകാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നിരുന്ന് ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പം ഗ്രൂപ്പിലിട്ടേക്കുന്നു, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാറ്റി, അവർക്ക് ഡിഗ്രി ഉള്ളവരെ മതിയെന്ന്. എനിക്കൊന്ന് ഒരുപക്ഷെ ചിലപ്പം എംപ്ലോയർ ഒന്നെങ്കിൽ മാറി കാണും, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മള് +2 ഉള്ളവർക്കും കൂടെ ആയിരുന്നല്ലോ സ്പെഷ്യൽ സ്കൂളിൽ ഇന്റർവ്യൂ നടത്തി. അപ്പൊ അങ്ങനെയുള്ളവരെ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഈ സ്പെഷ്യൽ കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനത്തെ ഒരു മേഖലയിലേക്കൊക്കെ ആണല്ലോ. അപ്പൊ ഒരു പക്ഷെ ഡിഗ്രി ഉള്ളവരെ അവർക്ക് മതിയെന്ന് അവരും തീരുമാനം, കാരണം അതൊരു ക്വാളിഫിക്കേഷൻ കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു എന്താ 3-4 പേരുണ്ടായിരുന്നു +2 മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള. അപ്പൊ ഞങ്ങളെയൊക്കെ മാറ്റിട്ട് പറഞ്ഞു, നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ സ്പെഷ്യൽ സ്കൂളിൽ വരുന്നുണ്ട്, അപ്പം അതിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ഇന്റർവ്യൂ തീർന്നു. ഇത് തീർന്നു, അതങ്ങ് പോയി. പിന്നെ അടുത്ത സ്പെഷ്യൽ സ്കൂളിലെ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അതും എനിക്കൊരു സംശയമുണ്ട്, അത് മിക്കവാറും ഡിഗ്രിക്കാരെ തന്നെ അവസാനം എടുക്കുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. നമ്മളെന്താളും ഡിലേ എന്നല്ല, കാരണം ഓരോ സ്ഥലത്തും ഭയങ്കര പൈസയ്ക്കും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇച്ചിരി വെയിറ്റ് ചെയ്താലും സാരില്ല, ആസിസിന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം
ജബീച്ചിന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ വേറൊരു ഇന്റർവ്യൂ വരുന്നുണ്ട്, FSA ആണ്, അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ സങ്കടമൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറി. അപ്പം ഇനി ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇച്ചിരി എന്താ, എന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഹെയർ കട്ടും എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് ഇച്ചിരി നാള് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇപ്പൊ അച്ഛൻ ഞങ്ങൾക്ക് വേറൊരു FSAക്ക് തന്നിട്ടുണ്ട്, എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ ഒരു പോസിറ്റീവ് വാർത്തയും കൂടെ വരട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ. അപ്പൊ അതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഡിഗ്രിക്കാരെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, +2 ക്വാളിഫിക്കേഷൻ മതി എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പോസിറ്റീവ് വാർത്ത ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയി, ഇച്ചിരി നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ആ ഇന്റർവ്യൂ, സ്പെഷ്യൽ സ്കൂളിലെ ഇന്റർവ്യൂ എനിക്ക് കിട്ടിയതാണ്. പക്ഷെ ഡിഗ്രി കാര്യം മതി എന്ന് പറഞ്ഞ എംപ്ലോയർ പറഞ്ഞു, അങ്ങനെ പിന്നെ അത് മാറിപ്പോയതാട്ടോ. അല്ലാതെ നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ ACC എന്ന് പറഞ്ഞിട്ടാണോ മാറ്റി, അങ്ങനെ ഒന്നും അല്ല. നമ്മുടെ എംപ്ലോയർ മാറിക്കഴിയുമ്പം, ഇപ്പൊ ഒരാളായിരുന്നു അയാൾ ചിലപ്പം മാറിക്കഴിഞ്ഞപ്പോ ആ എംപ്ലോയർക്ക് ഡിഗ്രി ഉള്ളവരെ മതി എന്ന് പറഞ്ഞു. സോ അങ്ങനെ ക്യാൻസൽ ആയി പോയതാട്ടോ. അപ്പം അല്ലാതെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ഒന്നും ചെയ്യരുത്. കാരണം എന്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഓർക്കും ACCയുടെ കാര്യങ്ങളാണല്ലോ എല്ലാം പറയുന്നത്, എന്നിട്ട് കൊച്ചി എന്തുകൊണ്ട് മാറ്റി, അങ്ങനെ ഒന്നും ഓർക്കരുത്. ഇത് എംപ്ലോയർ മാറിയതിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം വന്നതാണ്. അത് എപ്പോഴും ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് ആദ്യമായിട്ടാണ് ACCയിലെ സ്പെഷ്യൽ സ്കൂളിലെ ഇന്റർവ്യൂ വരുന്നത്. അപ്പം അച്ഛനും കറക്റ്റായിട്ട് അറിയില്ല, ഓഫീസിലുള്ളവർക്കും കറക്റ്റായിട്ടെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഇവർ അവസാനം ഇതിനെ മാറ്റുമെന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആരെയും ജോയിൻ ചെയ്യിപ്പിക്കേണ്ടായിരുന്നു, ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഇനിയിപ്പം അടുത്തൊരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഇനി എല്ലാ ആഴ്ചയും ഞാൻ കറക്റ്റായിട്ട് വിടും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി പതിയെ വരുന്നതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും പിന്നെ ഈ ഹൈലർ സുഹ്ഫ്ലീഗയുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, എനിക്ക് വന്ന എന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ, അടുത്ത വീഡിയോ മിക്കവാറും ഇടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ട്രിവാൻഡ്രം കൊയ്ത്തയുടെ മെയിൽ ID സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. അപ്പൊ നമ്മൾ ഇനി മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.